ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് പുലർച്ചെ 2:30 ആയപ്പം ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. ഞാൻ പോയ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരിക. ഫംഗ്ഷൻ വേറെ ഒന്നുമല്ല, ചെറുവത്തൂർ ഫാമിലി മീറ്റപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു മീറ്റപ്പ് കൂടാൻ. ഞങ്ങൾ പൊതുവേ ആണെങ്കിൽ ഞങ്ങൾക്ക് ഫംഗ്ഷൻസ് ഒന്നും കൂടാൻ പറ്റാറില്ല. ഇപ്പം ഇങ്ങനെ ഈ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഉള്ളൊരു വലിയൊരു സന്ദർഭമാണ്. എനിക്കാണെങ്കിൽ കുറേ പേരെ അറിയില്ല. സോ ഇങ്ങനെ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടേണ്ട ഒരു അവസരം തന്നെയാണ്. സോ അങ്ങനെ രാവിലെ തന്നെ മമ്മി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. ഇന്നാണെങ്കിൽ ബ്രെഡും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. കുട്ടികളും ഫുഡൊക്കെ കഴിച്ചു. ഇനി ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ റെഡി ആയിട്ട് ഇനി പോവാൻ. സോ ഫൈനലി ഞങ്ങളെല്ലാവരും റെഡിയായി 10:30-ക്കാണ് പരിപാടി സ്റ്റാർട്ട് ആവുന്നത്. ലിവ ടവറിലാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. ലിവ ടവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ മെമ്മറിയിൽ വരുന്നത് ഞങ്ങളുടെ കല്യാണത്തിനാണെങ്കിൽ ഞാൻ റെഡി ആയതും ഇവിടെ റൂം ബുക്ക് ചെയ്തതെല്ലാം ഇവിടെയാണ്. അതുകൊണ്ട് ലിവ ടവർ ഒരിക്കലും മറക്കില്ല. സോ ചെന്ന വർഷം തന്നെ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് ഉണ്ടായിരുന്നു. ലൈം ജ്യൂസ് ആയിരുന്നു തന്നത്. സോ ഫംഗ്ഷൻ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ ഫാമിലി മീറ്റപ്പിൻ്റെ ആണെങ്കിൽ ഒരു തീമുണ്ട്, ഒത്തുചേരാം, കൂടിയിരിക്കാം, കൂടെയിരിക്കാം. ഇതാണ് ഇന്നത്തെ ഈ ഫാമിലി മീറ്റപ്പിൻ്റെ തീം. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ ആണെങ്കിൽ ഗംഭീര മഴയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് തോന്നി നിൽക്കുന്നത്. കൂടുമ്പോൾ ഇമ്പം നൽകുന്നത് കുടുംബം. ഒത്തൊരുമിച്ചിരിക്കുമ്പോൾ സന്തോഷം നൽകുക. പരസ്പരം നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. ആ ഒരു ഓർമ്മയോടുകൂടി തിരിച്ചു വീട്ടിലേക്ക് പോവാം. ഇത് തന്നെയാണ് ആ കുടുംബ സംഗമത്തിന്റെ ഏറ്റവും കാതലായ തത്വം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാപ്ഷൻ വളരെ അർത്ഥവത്താണ്. കുടുംബ സംഗമം, ചെറുവത്തൂർ കുടുംബ സംഗമം. ഒത്തുചേരാം, ഒരുമിച്ച് ചേരാം, കൂടിയിരിക്കാം, കൂടിയിരിക്കാം. ആ കൂടിയിരിക്കണമെങ്കിൽ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, ചെറുവത്തൂർ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഓരോ ഫാമിലിക്കും ഹാർദമായ സ്വാഗതം, സ്നേഹത്തിന്റെ ഭാഷയിലുള്ള സ്വാഗതം. എന്തായാലും ഈ ഒരു കുടുംബ സംഗമം തിരിച്ചു പോകുമ്പോൾ, ഈ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എല്ലാവരുടെ മനസ്സിലും നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മ ചെപ്പി സൂക്ഷിച്ചു വെക്കാനുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളാവട്ടെ, നല്ല നല്ല അനുഭവങ്ങളാവട്ടെ. ഞാൻ ഹൃദയം തുറന്ന് പറയാണ്, എന്തായാലും നമ്മുടെ ഫാമിലി അല്ലേ നമ്മുടെ മുന്നിലേക്ക്. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം നിന്നെ കാത്തതൊന്നു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ. ഇയാൾക്കാണെങ്കിൽ ബലൂണൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയൊക്കെ ഓടി കളിക്കുകയായിരുന്നു. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു പ്രാർത്ഥനയോടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു പ്രെയർ സോങ്ങും കൂടി ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ചെറുവത്തൂർ ഫാമിലിയിൽ നിന്ന് എല്ലാ മുതിർന്നവരാണെങ്കിൽ ദീപം തെളിക്കുന്നതാണ് അടുത്ത പരിപാടി. പറഞ്ഞിടാൻ വേദിയായി കൊച്ചമ്മയും അമ്മായിയും കൂട്ടത്തിൽ
ഫാമിലിയിലെ 5 ആംഗന്മാരുടെ വീട്ടിലും ഞാനും കൂടി പോയി നിന്ന കഥ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ അച്ചാച്ചന്മാരുടെ വീട്ടിലേക്ക് പോകാന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഓർത്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ മമ്മിയെ ഞാൻ ഓർമ്മച്ചെപ്പിന് വേണ്ടിയിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇനി ചെറുവത്തൂർ ഫാമിലിയിലെ സീനിയർ സിറ്റിസൺസ് എല്ലാവരും വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യായിരുന്നു. എങ്ങനെയായിരുന്നു അവർ ജോയിന്റ് ഫാമിലിയിൽ താമസിച്ചിരുന്നത്, അവരുടെ സന്തോഷവും സങ്കടവും എങ്ങനെയൊക്കെയാണ് കടന്നുപോയത്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ സ്റ്റേജ് വന്ന് എല്ലാവരും ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ എല്ലാ സീനിയർ സിറ്റിസൺസും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അടിപൊളി പാട്ടും നമ്മൾ കേട്ടു. ഇനിയാണെങ്കിൽ ഒരു ഡാൻസ് ആണ് വരാൻ പോകുന്നത്. ആരും പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നും അല്ലായിരുന്നു, എന്നാലും എല്ലാവരും അടിപൊളി എനർജറ്റിക് ഉള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. ഇനി അടുത്ത പരിപാടി ഒരു നാടൻ പാട്ടാണ്. ഞങ്ങൾ നാടൻ പാട്ട് എൻജോയ് ചെയ്ത് ഇവിടെ ഇരുന്നപ്പോൾ ഇനി അടുത്ത പെർഫോമൻസ് ആണ്. കുട്ടികളുടെ ആണെങ്കിൽ ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കൈവരിച്ച അലക്സനാസി വർഗീസ് കുട്ടിയുടെ മോളാണ്, വേദിയിലേക്ക് ക്ഷണിക്കാണ്. നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് അലക്സനാസി വർഗീസ് CBSE SSLC ഉന്നത വിജയം ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. അവർ നല്ലൊരു ഉന്നത വിജയമാണ് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ കൈവരിച്ചിരിക്കുന്നത്. താങ്ക് യു. വരുന്ന
ഒരു പാട്ട് കേട്ടിട്ട് ഇനി അടുത്താണെങ്കിൽ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. വിത്തിൻ നോ ടൈം അവരെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാൻ തന്നെ ഒരു ഹാറ്റ്സ് ഓഫ് ആണ്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു മ്യൂസിക് ഇട്ടിട്ടാണെങ്കിൽ ഒരു റിംഗ് ഡാൻസും കണ്ടു. അത് കാണാൻ തന്നെ ഒരു വെറൈറ്റി തന്നെ ഉണ്ടായിരുന്നു. ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മീൽസും ഉണ്ട്, ബിരിയാണിയും ഉണ്ട്. ഇച്ചായനാണെങ്കിൽ മീൽസാണ് കഴിച്ചത്, ഞാനാണെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമും കഴിച്ചു. കുട്ടികളെല്ലാവരും ആണെങ്കിൽ സ്റ്റേജിൽ ഭയങ്കര ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. നിശ്ചയം മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും കണ്ടിടും നാം പിന്നിൽ ദൂരയ ദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും കണ്ടിടും നാം പിന്നിൽ ദൂരയ ദേശം. എന്റെ അങ്ങനെ ഓരോ ഫാമിലിക്കാരെ എല്ലാവരും കൂടി ചേർന്നിട്ട് പാട്ടൊക്കെ പാടി ഇനി അടുത്ത പരിപാടിയാണ്. ചെറുവത്തൂർ ഫാമിലിയിലെ മക്കളും മരുമക്കളുടെ എക്സ്പീരിയൻസും അനുഭവങ്ങളും ഇനിയും സ്റ്റേജിൽ വന്ന് ഷെയർ ചെയ്യാൻ പോവാണ്.
നമ്മുടെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് കഴിയാറായി. അങ്ങനെ സ്നാക്സിലാണെങ്കിൽ ഇന്ന് ഉഴുന്നുവടയും ചായയും കൂടിയാണ് തന്നത്. അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു. ഈ ഫംഗ്ഷന് വരാൻ പറ്റിയോണ്ട് എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും പറ്റി. ഇനി എല്ലാ വർഷവും ഇങ്ങനെ ഒരു മീറ്റപ്പ് നടത്തണമെന്നാണ് പ്ലാന്. ഇനി അടുത്ത വർഷമാണെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് നടത്താനാണ് പ്ലാന്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളുടെ കൊട്ടിക്കലാശം തുടങ്ങി. ആദ്യം ജെൻസ് എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി, കുട്ടികളും എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടാണെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഡാൻസ് ചെയ്തു എൻജോയ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ ജെൻസും ആണെങ്കിൽ ഫ്ലോർ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എല്ലാ ബ്യൂട്ടിഫുൾ ലേഡീസിൻ്റെ ടേൺ ആയിരുന്നു. ആരുടെ എനർജി ലെവലായിരുന്നു മാക്സിമം, ലേഡീസ് ആണോ ജെൻസ് ആയിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഫംഗ്ഷന്റെ എൻഡിങ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുട്ടികളുടെ എനർജി ലെവൽ പിന്നെ പറയേ വേണ്ട, അവരാണെങ്കിൽ സ്റ്റേജ് നന്നായി എക്സ്പ്ലോർ ചെയ്തു. Living in sin so long, all the feels are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day, I'm right. It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking on high heat in the middle of the street. Roller coaster, take me to a better time. Let's go! All sing your high line with the roller coaster of life. Yeah. It's time to all choose your timeline on the roller coaster of life. നമ്മുടെ ഫാമിലി മീറ്റപ്പ് എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ ഫാമിലിക്കാർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു റിട്ടേൺ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.